പിന്നെ ഈ മലാപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു അനാശാസ്യ കേന്ദ്രത്തിൽ റെയ്ഡ് നടത്തി പോലീസ് കുറച്ച് സ്ത്രീകളെയും കുറച്ച് പേരെയൊക്കെ പിടികൂടിയിരുന്നല്ലോ. അതെ. അപ്പോൾ അതിലൊരു പുതിയ വിവരം വന്നേക്കുന്നു. 2 പോലീസുകാർക്കെതിരെ പ്രാഥമിക അന്വേഷണം തുടങ്ങി. അവർ ഈ നടത്തിപ്പുകാരി ബിന്ദു വയനാട് സ്വദേശിയാണ്. അവരുടെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അതിനെ സംബന്ധിച്ച് തെളിവ് കിട്ടി. ഇപ്പോൾ പോലീസ് അതിൻ്റെ കോൾ റെക്കോർഡ്സ് ഉണ്ടല്ലോ, CDR, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിന്ദു മാത്രമല്ല, 2 പോലീസുകാരും കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ബിന്ദു ആൾ ചില്ലറക്കാരിയല്ല. ഇത് അന്വേഷിക്കുന്ന പോലീസും ഇതിൽ കസ്റ്റമേഴ്സാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, ഇത്തരം പെൺവാണിഭ കേന്ദ്രങ്ങൾ നടക്കുമ്പോൾ ആദ്യം അവർ പോലീസിനെയും സ്വാധീനിക്കുക. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം അല്ലെങ്കിൽ റെയ്ഡ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പോലീസിനെ സ്വാധീനിക്കും. അപ്പോൾ ചില പോലീസുകാരെ പണം ഉപയോഗിച്ച് സ്വാധീനിക്കും, ചില പോലീസുകാരെ കസ്റ്റമേഴ്സിനെ കൊടുത്ത് സ്വാധീനിക്കും. അങ്ങനെയൊക്കെയാണ് നടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിൽ സംബന്ധിച്ചത് ബിന്ദു ഒരു വലിയ കണ്ണിയാണ്. അവർക്ക് ഒരുപാട് ഇതിൻ്റെ ശൃംഖലയുമായി ബന്ധമുണ്ട്. ഇവർ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക ഒരു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചാണ്, അതൊരു സാധ്യതയാണ്. അതെ, ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുള്ള ആ ഫ്ലാറ്റ് ആരുടെ എന്നാണ് പറഞ്ഞത്? ഡോക്ടറുടെയാണ്. ഒരു ഡോക്ടറുടെ ഫ്ലാറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചികിത്സയുടെ ഭാഗം എന്ന രീതിയിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇതൊക്കെ എടുക്കുന്നത്. ഡോക്ടർ നിരപരാധിയായിരിക്കും, ഡോക്ടർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ യുവതികളെ എത്തിക്കുക, അതോടൊപ്പം തന്നെ ഈ പലപ്പോഴും ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുണി കടകളിലൊക്കെ നിൽക്കുന്ന യുവതികൾ, പിന്നെ ഈ IT ഫീൽഡിലുള്ളവരുണ്ട്, അതുകൂടാതെ തന്നെ വിദ്യാർത്ഥിനികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ആഴ്ചയിൽ ഒരു ദിവസം എത്തിച്ചുകൊണ്ടാണ് ഈ ഇടപാടുകൾ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ തുച്ഛമായ ജോലി ചെയ്യുന്നവർക്ക് ഇത്തരത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ദിവസം കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കാമെന്നുള്ള ഒരു രീതിയാണ് അവരും ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പഠിക്കാൻ വരുന്ന മറ്റ് ജില്ലകളിൽ നിന്ന് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിനികളെ, കൂട്ടുകാരികളൊക്കെ സ്വാധീനിച്ച് അല്ലെങ്കിൽ ആകർഷിപ്പിച്ച് കൊണ്ടുപോകും. പർച്ചേസ് ചെയ്യാനും ഒക്കെ ആയിട്ട്, ഡ്രസ്സ് എടുക്കുന്നതിനും മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ ഉള്ള ഒരു അധിക വരുമാനം, വീട്ടിൽ നിന്ന് ഇപ്പോൾ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒരു അധിക വരുമാനം അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നതുണ്ടാവും. ഇപ്പോൾ ഇതിൽ കണക്ക് പ്രകാരം 3500 രൂപ കസ്റ്റമറിൻ്റെ വാങ്ങിയിട്ട് ഇവർക്ക് 1500 രൂപയാണ് കൊടുക്കുന്നത്. 2000 രൂപ ബിന്ദുവും പിന്നെ അതിൻ്റെ ദൂതന്മാരും ഒക്കെ ഉണ്ടാവും. ചിങ്കിടികൾക്കെല്ലാം കൂടെ കൊടുക്കണമല്ലോ, അത് വീതിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 1500 രൂപ ഒരു യുവതിക്ക് കിട്ടുമെങ്കിൽ സ്വാഭാവികമായും ഒരു ദിവസം ഒരു 10 കസ്റ്റമർ കിട്ടിയ 15000 രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ 10000 രൂപയെങ്കിലും കുറയാതെ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വലിയ തുകയാണ് അവരെ സംബന്ധിച്ച്. ഒരു മാസത്തിൽ 2 തവണ വന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു കടയിലോ മറ്റോ നിൽക്കുന്ന ഒരു മാസ ശമ്പളം ഈ ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഇവർക്ക് നേടാൻ കഴിയും. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഇതിനകത്ത് പോകുന്നവരുണ്ട്, പിന്നെ ഇതിൽ പെട്ടുപോകുന്നവരുമുണ്ട്. അപ്പോൾ ഈ ബിന്ദു അത്തരത്തിലൊരു വലിയ കണ്ണിയാണ്. അതെ, ബിന്ദു ഇതിൽ ഒരു പ്രൊഫഷണലാണ് ഈ കാര്യത്തിൽ. കാര്യം 2022 ബിന്ദു സമാനമായ ഒരു പെൺവാണിഭ സംഘത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളാണ്. അപ്പോൾ ബിന്ദുവിനെ വളരെ എളുപ്പത്തിൽ ട്രേസ് ചെയ്യാവുന്നതേ ഉള്ളൂ പോലീസിന്. എന്നിട്ടും ബിന്ദു ഈ പറയുന്ന മലാപ്പറമ്പിൽ ഈ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് ഏതാണ്ട് 50 ദിവസത്തോളം ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പാണ് ഈ ഫ്ലാറ്റ് ഇവർ വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഈ പറഞ്ഞ ആവശ്യത്തിന് വേറെ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് വാങ്ങുന്നത്. ഒരു 50 ദിവസമായിട്ട് ഇവിടെ ആൾക്കാർ വന്നു പോകുന്നൊക്കെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വരുന്നവരോടൊക്കെ പലരും ചോദിക്കുമ്പോൾ പറയുന്നത് ഏതോ റിലേറ്റീവാണ്, കാണാൻ വന്നതാണ് എന്നൊക്കെ ഉള്ള ഭാവനയാണ് ആളുകളെ കൊണ്ടുവരുന്നത്. ഏതായാലും ബിന്ദു ഈ കാര്യത്തിൽ നല്ല മുൻപരിചയമുള്ള ആളാണ്. പോലീസിന് ബിന്ദുവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ പഴയ ഹിസ്റ്ററിയൊക്കെ ഉള്ള ആളാണ്, ക്രൈം റെക്കോർഡ്സൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഉറപ്പായിട്ടും പോലീസിൻ്റെ നല്ലൊരു പിന്തുണയും പങ്കാളിത്തവും ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ 2 പേരുടെ പേര് പൊങ്ങി വന്നത്. ഒരു പക്ഷേ ഉന്നത തലത്തുള്ള വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരും താമസിയാതെ ഉയർന്നു വന്നേക്കാം. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടുത്തെ കസ്റ്റമേഴ്സായി വന്നു പോകുന്നവരുണ്ട്. സ്വാഭാവികമായും ഇവരുടെയൊക്കെ അന്വേഷണം, ഇതിനിപ്പോൾ ഫോൺ കോളൊക്കെ പരിശോധിക്കുമ്പോഴേ ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. കാരണം പലപ്പോഴും ഇത്തരത്തിൽ പെൺവാണിഭ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഒഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ്. അവിടെ രാത്രി യുവതികളെ എത്തിക്കുകയും ഓരോ മുറിയിൽ കൃത്യമായി അവരെ പാർപ്പിക്കുകയും പിന്നീട് വരുന്ന കസ്റ്റമേഴ്സിനെ ഇത്തരത്തിൽ ഇവരെ കാണിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ പൈസ വാങ്ങി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൽ ഈ പറഞ്ഞ പോലെ ഇവർ ഈ പുറത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വലിയ തുകയൊക്കെ വാങ്ങിയിട്ട് ഇവർക്ക് തുച്ഛമായ തുകയായിരിക്കും നൽകുന്നത്. കാരണം അത് വാടക, വീട്ടുവാടക, അതോടൊപ്പം തന്നെ ഈ ഓരോ സ്ഥലത്ത് വരുമ്പോൾ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ ദൂതന്മാർ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുമാത്രമല്ല, ഇവർക്ക് ഭക്ഷണം, താമസ സൗകര്യം ഇതെല്ലാം അവിടെ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പം സ്വാഭാവികമായും ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ കാണിച്ച്
അവരുടെ ഓരോ മുറികളിലായിട്ട് ഓരോരുത്തരെ പാർപ്പിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആണ് ഇത് ചെയ്തു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ യുവതികളെ എത്തിക്കുക. കാരണം കസ്റ്റമേഴ്സിന് പിന്നീട് ഇവരുടെ ഒരേ യുവതികളായിരിക്കില്ല, പല ദിവസങ്ങളിലും പലതായിരിക്കും, എങ്കിലേ കൂടുതൽ കസ്റ്റമേഴ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, നമുക്കറിയാം കേരളത്തിൽ ഈ ലൈംഗിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. കുഞ്ഞുകുട്ടികളെ, ഇപ്പോൾ 3 വയസ്സുള്ള 5 വയസ്സുള്ള പെൺകുട്ടികളെ പോലും പീഡിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയായിട്ടുള്ള 85-90 വയസ്സുള്ള വൃദ്ധകളെയും ഒക്കെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വന്നത്. ലൈംഗിക അരാജകത്വം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ഡിവോഴ്സായിട്ടുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ടുള്ളവർ, അവരൊക്കെ ഈ പറഞ്ഞ പോലെ അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ ഈ ലൈംഗിക താല്പര്യങ്ങൾ അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പോകാൻ വേണ്ടി ഇത് ഓതറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നടത്തണമെന്നാണ് ഒരു പൊതു അഭിപ്രായം ഉയർന്നു വരുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ അനാശാസ്യ കേന്ദ്രങ്ങളല്ലാതെ കൃത്യമായ വൈദ്യപരിശോധന നടത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിലേക്ക് താല്പര്യപ്പെട്ട് വരുന്ന അവർക്ക് മാത്രം, അതായത് ഇത് പലരും ചതിക്കുഴിയിൽപ്പെടുത്തുകയാണ് പലപ്പോഴും. ഇതൊരു തൊഴിലായിട്ട് പലയിടത്തും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതെ, ലൈംഗിക തൊഴിലാളികൾ എന്ന രീതിയിൽ. പക്ഷേ ആ സംഘടനകൾ പോലും ഉണ്ട്. അത് കൃത്യമായ രക്തപരിശോധനയൊക്കെ നടത്തി അതോടൊപ്പം തന്നെ ഈ വരുന്നവർക്ക് പൂർണ്ണ താല്പര്യത്തോടു കൂടി വരുന്നവരെ മാത്രം ആ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഇവിടെ അതല്ല, ഇവിടെ ചൂഷണം ഒരു ഘടകം. അതെ അതെ അതെ. അതോടൊപ്പം തന്നെ ഇവിടെ കോടതി വിധിയെ പോലും മറയാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരു യുവാവിനും യുവതിക്കും ഇപ്പോൾ ഒരു റൂം എടുത്ത് അല്ലെങ്കിൽ ഹോട്ടൽ റൂം എടുക്കാൻ തടസ്സങ്ങളില്ല. കാരണം അവർ പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ, 18 വയസ്സിൽ താഴെയാണെങ്കിൽ പോക്സോയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർക്ക് രണ്ടുപേർക്കും താല്പര്യപൂർവ്വമാണെങ്കിൽ, ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ കേസെടുക്കാൻ നിർവാഹമില്ല. പക്ഷേ അത് മറയാക്കിക്കൊണ്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾ വരുന്നത്. പക്ഷേ ഇതിൽ നടക്കുന്നത് കച്ചവടമാണ്. ഇതിൽ യുവതികളെ എത്തിക്കുന്നു, പൈസയ്ക്ക് വിൽക്കുന്നു. അത് നിയമവിരുദ്ധമാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതൊരു വീട് കേന്ദ്രീകരിച്ച് ചെയ്യുമ്പോൾ അടുത്ത വീട്ടിലുള്ളവർക്ക് കംപ്ലയിൻറ്റ് വന്നാൽ അത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും, പബ്ലിക് ന്യൂസൻസ് എന്ന രീതിയിൽ. പക്ഷേ ഇതിനെയൊക്കെ ഈ തരത്തിൽ മറയാക്കിക്കൊണ്ട്, അതായത് സുപ്രീം കോടതി വിധിയുണ്ടല്ലോ, ഇതിനൊന്നും പ്രശ്നമില്ല, പ്രായപൂർത്തിയായവർക്ക് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ എന്നുള്ള മറയാക്കിക്കൊണ്ടാണ് ഈ അനാശാസ്യ കേന്ദ്രങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്പാ പോലെയുള്ള മസാജിങ് സെൻറ്ററുകൾ, ഇതിൻ്റെ മറവിൽ അനാശാസ്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യപരമായ രീതിയിൽ കൊണ്ടുപോകുന്നത് ഒരു പരിധിവരെ ഈ പീഡനങ്ങൾ കുറയ്ക്കാൻ സഹായകരമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.